അങ്ങനെ കണ്ണടിയൊക്കെ വെച്ചിട്ട് ഈ വെയിലത്ത് നമ്മൾ പോണത് സഹാറ സെൻറ്റർ വരെയാണ്. നമുക്കൊരു ഷൂട്ട് പ്രണവ് പ്രകാശിൻ്റെ ഷൂട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ പ്ലാൻ ചെയ്തതാണ് 11 മണി, ഇപ്പം 4 മണിയായി. പോയിട്ട് ഉണ്ടാക്കി കാണാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഫോട്ടോ ആയിരിക്കും. എൻ്റെ കാരണം ഞാനാണല്ലോ മോഡല്, അതുകൊണ്ട് ചുമ്മാ കേട്ടോ. അങ്ങനെ പോട്ടെ. ഐ ആം വാക്കിംഗ് ഫ്രം ഹിയർ. ഭയങ്കര ടാസ്ക്കാണ്, വെയിലാണ് ഗൈസ്, വണ്ടിക്ക് വന്നുണ്ട്. നടന്ന് എത്തണേണ്. പ്രണവ് ഓൾറെഡി സഹാറ സെൻറ്ററിൽ എത്തിയെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് നടക്കണതേ ഉള്ളൂ. ലേറ്റാവും, എന്നാലും നമ്മൾ എത്തും. നോക്കി കുടയെല്ലാം പറക്കണം ഗൈസ്. അങ്ങനെ ഉണ്ട് ഈ കണ്ണാടി ബുക്ക് വെച്ചിട്ടുള്ള മാസ ലുക്ക് സീനല്ലേ. അപ്പോൾ ഞാനിങ്ങനെ നടക്കണേന്. നല്ല ചൂടുണ്ട് ഗൈസ്. മേക്കപ്പ് ഒക്കെ ഇച്ചിരി ലേശം കൂടിപ്പോകുന്നൊരു ഡൗട്ട്. ഇത് ആധികാരികമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഇൻസ്റ്റഗ്രാം അതിന് സപ്പോർട്ട് ചെയ്യണില്ല, ഇഷ്ടപ്പെടുന്നില്ല. ദാറ്റ് മീൻസ് അവ ചുമ്മാക്കെ വീഡിയോ ഇടണതൊക്കെ മോഡേണാണ്. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാർക്കണ്ണനൊക്കെ നേരെ കാണേണ്ട വിധി കണ്ട് കൈക്കൂലി കൊടുക്കേണ്ടി വരുമോ? ഞാനൊരു സ്കില്ലേറി ആയപ്പോൾ എൻ്റെ പ്രൊഫഷണൽ സ്കില്ല് വെച്ചത് റെഡി ആവേണ്ടതാണ്. എന്താ കാര്യമെന്ന് മനസ്സിലാണില്ല. നമ്മളെ വെയിലെത്തിയുണ്ട്, കുടയൊക്കെ മടക്കി കയറണതാണ്. നല്ല വെയിലാണ് ഗൈസ്, കുടയില്ലാതെ പറ്റൂല. എൻ്റെ പ്രശ്നമാണോ അതോ കണ്ണാടിൻ്റെ പ്രശ്നമാണോ ഇങ്ങനെ വിശദീകരിക്കുന്നത്? പോയതേ ഉള്ളൂ കേട്ടോ. ഇനി 4 മിനിറ്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങിയാലോ? എവിടെയാണ് ഏറ്റവും കൂടുതൽ വെട്ടം കിട്ടണം? വെട്ടത്തിൻ്റെ ഷെയ്ഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ ഇത് മാറണുണ്ടില്ലേ, അതാണ്. നമുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്, എന്താണ് ഇതാണെന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വാവരുന്ന് പലപ്പോഴും എടുത്തരും ഞാൻ പറയും എല്ലാം കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇവിടെ അപ്പൂപ്പന്മാരും അമ്മച്ചന്മാരും ഇരിക്കണം. ഇവിടെ ആർക്കാണെങ്കിലും ഇരിക്കാം. ഇവിടെ ഗേൾസ് ഇരിക്കണം. ഞാനിപ്പോൾ പ്രൈവറ്റ് ഉള്ളിടത്ത് ഇരിക്കുള്ളൂ കേട്ടോ. പോകാനുള്ള വണ്ടിയല്ലേ വന്നത്, എന്താണ് ഇങ്ങനെ ഇരിക്കണത്? എണീച്ച് പൊടി. അപ്പോൾ ഞാൻ എണീച്ച് പോണേ എന്നുള്ള ബസ് വന്നിട്ടേ. നമ്മളങ്ങനെ ബസ്സിൽ ഇരിക്കണേ. ഇനി കറങ്ങിയിട്ടാണ് പോണത്. പ്രണവ് ഇറങ്ങിയിട്ടില്ല, അവനെ എത്തിക്കാണെന്ന് വിചാരിച്ചു. അവനെന്തോ 5 മിനിറ്റ്സ് മുമ്പെന്താ പറഞ്ഞത് നോക്കാം. ഗൈസ് നമ്മളങ്ങനെ സഹാറ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാമേ. വേൾഡ് കപ്പിൻ്റെ എല്ലാം ഉണ്ടല്ലോ. നമ്മളെ പ്രഹസനമായിട്ട് കുറയ്ക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ. പൂക്കിയായില്ലേ ഞാൻ? ഗൈസ് ഇതാണ് നമ്മുടെ വേൾഡ് കപ്പ് ഫീവർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജേഴ്സൊക്കെ ഇങ്ങനെ തൂക്കിട്ടിപ്പുണ്ട് കേട്ടോ. പ്രണവ് പ്രകാശിനെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ സെറ്റ്. ക്യാമറ ഒക്കെ സെറ്റായിട്ട് വന്നേക്കുന്നത്. ഫുള്ള് പൊളിയില്ലേ പ്രണവേ? അത് തന്നെ, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, തൂക്കോ എന്തോ. നീ നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. ഇവിടെ ക്യാമറാമാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കണ പഠിക്കാണ്ട്. പിന്നെ പ്രണവ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സീനാണല്ലേ പ്രണവേ? ഒന്നും ആയിട്ടില്ല. ഈ വീഡിയോ എടുക്കണപ്പോൾ ഞാൻ തന്നെ അന്ന് വിട്ടത് എന്താ സംഭവം എനിക്ക് അറിയാൻ വയ്യ. ക്യാമറ എടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കാണിക്കാം. ഒരു ഫ്രെയിം നേരെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. എല്ലാം ശരിയാവും പ്രണവേ. പയ്യെ പഠിക്കാൻ വീഡിയോ ഞാൻ ഇന്നിട്ട് ഉറങ്ങുന്നത്. കുറെ കാര്യങ്ങൾ മനസ്സിലുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മോഡലിനെ പറ്റി എന്താണ്? മോഡൽ സെറ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചേക്കാൾ അടിപൊളിയായിട്ടുള്ള വന്നത്, സൂപ്പറാക്കി വന്നത്. ഫോട്ടോസ് എന്തൊക്കെ നമ്മൾ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ളത്. പിന്നെ ചുമ്മാ റെഡും അതല്ല മറ്റേ ലവും അല്ലാതെ മറ്റേ ഇമോജി ഇടാതെ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു. വിഷമിക്കത്തില്ല, കൂടുതലും തന്നെ പറഞ്ഞു, വിഷമിക്കില്ല. ഓക്കെ അപ്പൊ ഓക്കെ പോയിട്ട് അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. പ്രണവ് പോയിട്ടുണ്ട്. അപ്പം ഞാനും പോണേണ്. ഇനി പോയിട്ട് വേണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കണം. സഹാറ സെൻറ്ററിനോട് വിട പറയുകയാണ് ഗൈസ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ വീക്കെൻഡ് പ്ലാനൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ സഹാറ സെൻറ്ററിലെ മണലാരണ്യത്തിൽ കൂടി നടക്കുകയാണ്. ആളുകളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം വേഷം കെട്ട് കാണുമ്പോൾ പിന്നെ ടാസ്ക്കാണ് ഗൈസ്. ഞാൻ മിക്കവാറും വീഴും. കാണിച്ചു തരാം. കൂടെ വേണം നമ്മൾ ഇറങ്ങാൻ. സ്ലിപ്പാവാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്.
കണ്ടില്ലേ? റൂമിൽ ചെന്നിട്ട് ഒരുപാട് പരിപാടിയുണ്ട്. ഫുഡ് അടിക്കണം ഉണ്ട്. അതിപ്പോൾ ഞാൻ പറയണില്ല, പറഞ്ഞാൽ ശരിയാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവിലായി അത് നമ്മളൊക്കെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈവിലായി കിട്ടാൻ വേണ്ടി മാത്രം നീ എന്താണ് ചെയ്യണതെന്ന്. ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.